ഹൃദയത്തിന് അസുഖം വന്ന പലർക്കും ഹാർട്ടിന്റെ പമ്പിങ് ശക്തി കുറഞ്ഞിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ വിചാരിക്കുക മസിലൊക്കെ വീക്കായാൽ എക്സർസൈസ് ചെയ്തിട്ട് അത് ശക്തി കൂട്ടാറുണ്ടല്ലോ, അതുപോലെ എക്സർസൈസ് ചെയ്തുകൊണ്ട് ഹാർട്ടിന്റെ പമ്പിങ് ശക്തി കൂട്ടാം എന്ന് തെറ്റിദ്ധരിക്കുന്നവർ ഒരുപാടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലെ കാറിന്റെ എഞ്ചിൻ വളരെ പഴകിയതാണ്, കേട് വന്നിട്ടുണ്ട്, അതിന്റെ പവറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാറിനെ ആ എഞ്ചിന്റെ പവർ കാറ് കൂടുതൽ ഓട്ടിയാൽ ശരിയാവുമെന്ന് വിചാരിച്ചിട്ട് ഡെയിലി മണിക്കൂറുകളോളം ഓടിക്കുകയാണോ വേണ്ടത്, അതോ ആ എഞ്ചിൻ റിപ്പയർ ചെയ്യാനായിട്ടുള്ള ഓയിലൊക്കെ ഇട്ടിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് പതുക്കെ പവർ കൂട്ടുകയാണോ വേണ്ടത്? ഇങ്ങനെ ഹൃദയമാകുന്ന എഞ്ചിനിലേക്ക് പവർ കൂട്ടുന്ന ഓയിലാണ് ഹാർട്ട് ഫെയിലിയറിനുള്ള മരുന്നുകൾ. എന്നാൽ പലർക്കും ഹാർട്ടിന്റെ പമ്പിങ് കൂട്ടാനുള്ള മരുന്നുകൾ കഴിക്കാൻ ഭയങ്കര പേടിയാണ്. ഒന്നാമത്തത് ഇതിന്റെ സൈഡ് എഫക്റ്റ് പേടിക്കും. പിന്നെ പലരും മരുന്നുകളുടെ എണ്ണം കാണുമ്പോൾ സ്വയം നിർത്തിക്കളയും. ക്ഷീണം കാരണം നിർത്തുന്നവരുണ്ട്. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മരുന്നുകൾ ലക്ഷണങ്ങൾക്ക് മാത്രമുള്ള ചികിത്സയല്ല, ഹാർട്ടിനെ റിപ്പയർ ചെയ്യുന്നുണ്ട്. ഹാർട്ടിന്റെ പമ്പിങ് പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ഒരുപാട് പുതിയ മരുന്നുകൾ ഇപ്പോൾ ഉണ്ട്. ഹാർട്ട് പമ്പിങ്ങിന്റെ മരുന്നുകളാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടും ഏറ്റവും ഈസി ആയിട്ടും ഹാർട്ടിന്റെ പവർ കൂട്ടുന്നത്, അല്ലാതെ എക്സർസൈസ് അല്ല.